ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ തമ്പുരാൻ്റെ അടുത്ത് പറഞ്ഞില്ല, തമ്പുരാൻ എൻ്റെ വിഷയങ്ങൾ അറിയത്തില്ലയോ? ഹല്ലേലൂയ പറ. നിങ്ങളൊരു വിഷയം എൻ്റെ അടുത്ത് പറഞ്ഞില്ലെങ്കിലും യേശുവിന് അറിയത്തില്ലേ ആ വിഷയം? യേശു അറിയാതല്ലല്ലോ നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കുന്നത്. അത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും യേശു അറിഞ്ഞല്ലേ സംഭവിക്കുന്നത്. അത് വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ആ വിഷയം എൻ്റെ അടുത്ത് പറഞ്ഞില്ലെങ്കിലും, ഞാൻ കൈവച്ച് നിങ്ങളെ അനുഗ്രഹിച്ചില്ലെങ്കിൽ പോലും ഒരു കാര്യമുണ്ട്, ആരാധന കൊടുക്കാൻ മനസ്സ് കാണിച്ചാൽ നിന്റെ പ്രശ്നങ്ങൾ ഒരു പാസ്റ്റർ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നതിനേക്കാളും അപ്പുറമായി നിന്റെ ആരാധനയ്ക്കകത്ത് ഹൃദയത്തെ പകർന്നു തരുന്ന യേശു ഇറങ്ങി വന്ന് അവന്റെ ഹൃദയം പകർന്നു തന്ന് അവന്റെ ശക്തി എനിക്കറിയത്തില്ല. ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, 12 വർഷം രക്തം ചോർന്നുപോയ ഒരു സ്ത്രീ, അവിടെ ശരീരം ഒരു പഴത്തുണി പോലെ ആരോഗ്യം നഷ്ടപ്പെട്ട ഒരു സ്ത്രീയുടെ മുകളിൽ യേശുവിന്റെ വസ്ത്രത്തിൽ നിന്ന് ഇറങ്ങി വന്ന ശക്തി ഇവിടുന്ന് ആരാധിക്കുന്ന ഏതൊക്കെയോ വീട്ടിലെ തലമുറയുടെ മുകളിൽ ആ ശക്തി വ്യാപരിക്കുന്നു. ആ രക്തസ്രാവത്തെ നിർത്തിയ ശക്തി നിന്റെ കുടുംബത്തിനകത്ത് വ്യാപരിക്കുന്ന അന്യായ പോരിന്റെ കെട്ടിനെ അഴിക്കുന്ന ഒരു അഭിഷേകമായി അത് വ്യാപരിക്കുന്നു. ശവക്കോട്ടയ്ക്കകത്ത് ഇറങ്ങിയ ഒരു ശബ്ദം ഇറങ്ങി വന്ന് പറഞ്ഞപ്പോൾ ഇറങ്ങി വന്ന് ലാസർ മരിച്ചവൻ ജീവനോട് എഴുന്നേറ്റ് വന്നെങ്കിൽ അതേ ശക്തി നിന്റെ കുടുംബത്തിനകത്ത് മരിച്ചു കിടക്കുന്ന ചില വ്യക്തിയുടെ മുകളിൽ, ചില അവസ്ഥയുടെ മുകളിൽ ആ ശക്തി വ്യാപരിക്കുന്നു. അതിനാൽ സ്വീകരിക്കുക. കത്തുകാരട്ടെ, യേശുവിന്റെ നാമത്തെ കല്ലറകളെ പൊട്ടിച്ച ദൈവിക സാന്നിധ്യം നിന്റെ വിഷയങ്ങളെ പാൽക്കാലം ഇതാ പൊട്ടിക്കുക. അതിനെ സ്വീകരിക്കുക. നിന്റെ ആത്മീയ രോഗത്തിന്റെ മുകളിൽ നിന്നെ പച്ചവെള്ളം പോലെ ആക്കി വെച്ചിരിക്കുന്ന അവസ്ഥയ്ക്കകത്തുനിന്ന് എന്നോട് സ്വർഗ ദൂത് പറയുന്നു, പച്ചവെള്ളത്തിനെ വീഞ്ഞാക്കിയ അതേ സ്വർഗത്തിന്റെ ഒരു ശക്തി നിന്നെ വെള്ള പരിപത്തിനാക്കിയെങ്കിൽ, നിന്നെ തണുപ്പിച്ച് കളഞ്ഞെങ്കിൽ, യേശു പറയുന്നു നിന്റെ കുടുംബത്തിന്റെ അകത്ത് ഞാൻ ആ വീര്യത്തെ ഇറക്കാൻ പോകുക. കരങ്ങളടിച്ച് എന്റെ ദൈവത്തിന് മാത്രം കൊടുക്ക്. പച്ചവെള്ളത്തിനകത്ത് കലങ്ങിയ, പച്ചവെള്ളത്തിനകത്ത് വ്യാപരിച്ച അതേ അഭിഷേകം, അതേ ശക്തി നിന്റെ വിഷയത്തിനകത്ത് വ്യാപരിക്കുന്നു.